ഹലോ ഗൈസ്, ഈ പ്രാവശ്യത്തെ ശ്രീകൃഷ്ണ ജയന്തിന് അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് തന്നെ ഡാൻസിനുള്ള എല്ലാവരും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഐറിനും മാത്രം ലാസ്റ്റ് ആയിരുന്നു മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കൃഷ്ണനാണ്. അപ്പം കൃഷ്ണനെ മേക്കപ്പ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു പറഞ്ഞിട്ടാണ് എന്നെ ലാസ്റ്റ് ആക്കിയത്. പിന്നെ ഐറിൻ ചെറുതായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും മേക്കപ്പും കഴിഞ്ഞ് എൻ്റെ മേക്കപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇവരിവിടെ തകൃതിയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെൻ്റെ സ്വന്തം മാമൻ്റെ മോളാണ്. ആളെ പേര് ശിവദ എന്നാണ്. എൻ്റെ മേക്കപ്പ് സമയമെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേക്കപ്പ് ചെയ്യാനായിരുന്നു തീരെ സമയമില്ലാണ്ടിരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആദ്യമുള്ളവരെ മേക്കപ്പൊക്കെ കുറച്ച് മെല്ലെ ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് തുടങ്ങാനും അവസാനിക്കാനും വല്ലാണ്ട് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് നടക്കുന്ന സമയത്ത് ബാക്കിലുള്ള ഒരു മുടി കെട്ടിക്കൊണ്ടിരിക്കുക. ആലോചിക്കണം, കൃഷ്ണനായ ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ആ സമയത്താണ് എൻ്റെ രാധമാർ ഡ്രസ്സ് വരെ ചേഞ്ച് ചെയ്ത് മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഐ മേക്കപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റാത്ത വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാരണം ഓരെന്താ ചെയ്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഓരോ രാധമാരും എൻ്റെ സൈഡിൽ വന്നിട്ട് ഇത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറയുമ്പോഴുള്ളൊരു സമാധാനത്തിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ അമ്മേനോടും എൻ്റെ രാധമാരോടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന്. ഈ 3 പൊട്ട് കുത്തിയ സമയത്ത് ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഈ പൊട്ട് വെച്ചത് എന്നൊന്നും. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആശ്വാസം, രാധമാരും എൻ്റെ അമ്മയും നല്ല അഭിപ്രായം പറയുന്നതായിരുന്നേ. എൻ്റെ മേക്കപ്പ് കഴിയുമ്പോഴേക്ക് പകുതി പേരും മുടിയൊക്കെ കെട്ടി സെറ്റായി നിൽക്കുകയായിരുന്നേ. ഇനി വേണം എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആവാൻ. ഞാൻ ഈ എൻ്റെ രാധമാരെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവരൊക്കെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് കൊണ്ടാണ്. ഞാൻ മേക്കപ്പ് തുടങ്ങുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ നീലകൃഷ്ണൻ ആക്കൂലല്ലോ എന്ന്. അപ്പം ഇല്ലയെന്ന് പറഞ്ഞ ആളാണ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ മുഖത്ത് ഐ ഷാഡോ ഒക്കെ എടുത്ത് അടിക്കുന്നത് ഞാൻ കണ്ടത്. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ണാടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ നീല കളർ എങ്ങനെ അടിച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ടെൻഷൻ എൻ്റെ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട്. ഇത് കഴിഞ്ഞ് തിരക്ക് പിടിച്ചുകൊണ്ടാണ് ലിൻസിൻ്റെ എന്നെ ഡ്രസ്സ് മാറ്റിപ്പിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സ് മാത്രം മാറ്റിയാൽ പോരാ, ഹെയറും ചെയ്യാനുണ്ട്. ഏകദേശം എന്നെ കൃഷ്ണനാക്കേണ്ട പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ സെറ്റ് ചെയ്യാനും മാല ഇടാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഹെയർ ചെയ്തവരും എന്നോട് പറഞ്ഞത് മുടിയുടെ കുടുക്കൊക്കെ തീർത്ത് കൊടുത്ത് അവർ സെറ്റാക്കി നല്ലപോലെ കെട്ടിത്തരും, വേദനിപ്പിക്കില്ല എന്ന്. അത് കേട്ട് ഹെയറിലെ കുടുക്ക് മൊത്തം പോക്കി കൊടുത്ത എൻ്റെ മുടിയിൽ അവർ കുടുക്കുണ്ടാക്കിയിട്ടായിരുന്നു ഈ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. വലിയവർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ രാധമാർക്കും എനിക്കും തീരെ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു അൺറെഡി വിത്ത് ഞാൻ റൂമിൽ എത്തിയപ്പോൾ തന്നെ മാറ്റി. മേക്കപ്പും ഹെയറും ഞാൻ വീട്ടിൽ വന്നിട്ടായിരുന്നു ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹെയർ ശരിയാക്കി എടുക്കാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഡാൻസിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.